മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കാലിക്കറ്റ് സർവകലാശാലയിലെ BA മൂന്നാം സെമസ്റ്റർ പാഠ്യപദ്ധതിയിൽ നിന്നും റാപ്പർ വേടന്റെ പാട്ടും ഗായിക ഗൗരിലക്ഷ്മിയുടെ കഥകളി സംഗീതവും നീക്കില്ല. മലയാളം ബിരുദം പഠന ബോർഡ് അധ്യക്ഷൻ ഡോക്ടർ MS അജിത്താണ് ഇതറിയിച്ചത്. വേടന്റെ പാട്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനത്തിനെതിരെ സംഘപരിവാർ നേതാക്കളടക്കം പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് സർവകലാശാല മലയാള വിഭാഗം മുൻ മേധാവി MM ബഷീർ അധ്യക്ഷനായിട്ടുള്ള സമിതിയെ വിഷയം പരിശോധിക്കാൻ നിയോഗിച്ചു. വേടന്റെ പാട്ട് ഉൾപ്പെടുത്തരുത് എന്നായിരുന്നു സമിതിയുടെ ശുപാർശ. ഇതിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും SFIയും രംഗത്തെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് പാഠ്യപദ്ധതിയിൽ നിന്ന് വേടന്റെ പാട്ടുകൾ ഒഴിവാക്കുന്നില്ല എന്ന് മലയാളം പഠന ബോർഡ് അധ്യക്ഷൻ വ്യക്തമാക്കിയത്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, വലിയ തോതിൽ വിവാദമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ആദ്യം ഉൾപ്പെടുത്തിയത്, പിന്നീട് ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ള പ്രഖ്യാപനം. ഏറ്റവും ഒടുവിൽ എന്താണ്? വലിയ വിവാദങ്ങൾ തന്നെ സൃഷ്ടിച്ചിരുന്നു. വേടന്റെ പാട്ടുകൾ വിദ്യാർത്ഥികൾ പഠിക്കാനായി നിയോഗിച്ച ശേഷം പിന്നീട് ഇത് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടായത്. 5 പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് സർവകലാശാലയിലെ BJP അനുകൂല സിൻഡിക്കേറ്റ് അംഗം അനുരാജിന്റേതടക്കം 5 പരാതികൾ ചാൻസലർ കൂടിയായ ഗവർണർക്ക് ലഭിക്കുന്നു. ഗവർണർ ഈ പരാതികളിന്മേൽ ഉചിതമായ നടപടികൾ എടുക്കണം എന്ന് നിർദ്ദേശിച്ച് കാലിക്കറ്റ് സർവകലാശാല VCക്ക് അയക്കുകയും അദ്ദേഹം ഒരു പ്രത്യേക സമിതി അല്ലെങ്കിൽ ഒരു ഏകാംഗ വിദഗ്ധനെ ഡോക്ടർ MM ബഷീർ, അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാല മുൻ മലയാള വിഭാഗം മേധാവിയായിരുന്നു, അദ്ദേഹത്തെ നിയോഗിക്കുകയും കൃത്യമായൊരു റിപ്പോർട്ട് നൽകാൻ പറയുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സിലബസിൽ ഈ ഭാഗങ്ങൾ പഠിപ്പിക്കേണ്ടതില്ല എന്നൊരു നിഗമനത്തിലേക്ക് അത്തരമൊരു റിപ്പോർട്ട് ഡോക്ടർ MM ബഷീർ നൽകിയത്. കഥകളി ഈ ഭാഗം അതിനൊരു കാവ്യ ഗുണമില്ല, അല്ലെങ്കിൽ ജനപ്രിയ ശൈലിയോട് ചേർന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ കൃത്യമായ ഒരു പ്രയോഗ ഭാഗങ്ങളോ ഒന്നുമില്ലാത്തതാണ്. ഒപ്പം ഇത് മൈക്കിൾ ജാക്സന്റെ പാട്ടിനോട് ചേർത്ത് പഠിക്കുമ്പോൾ അത് താരതമ്യ പഠനം ഈ ബിരുദ വിദ്യാർത്ഥികൾക്ക് വലിയ സങ്കീർണതകൾ സൃഷ്ടിക്കും എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഈ കണ്ടെത്തലുകളാണ് ഇപ്പോൾ പഠന ബോർഡ് പൂർണ്ണമായും തള്ളിയിരിക്കുന്നത്. ഈ തള്ളിയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പാഠഭാഗം ഉൾപ്പെടുത്താം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. വലിയ പ്രതിഷേധം തന്നെ പല കോണുകളിൽ നിന്നും ഈ പാഠഭാഗം ഒഴിവാക്കാനുള്ള തീരുമാനത്തിനെതിരെ ഉയരുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ പുതിയ തീരുമാനം എത്തിയിരിക്കുന്നത്. റൈറ്റ്. MS അനീഷ് കുമാറാണ് കോഴിക്കോട് വിവരങ്ങൾ പങ്കുവച്ചത്.